ഈ അടുത്ത കാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ വർഗീയതയുടെ കൊടുമുടിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണ് എന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. BJPയും സംഘപരിവാരും തന്നെയാണ്. അവസരത്തിനൊത്തിട്ട് അവർ വിഷയങ്ങളെ വളച്ചൊടിക്കാനും ആ വളച്ചൊടിച്ച വിഷയത്തിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാനും ശ്രമിക്കുന്നത് നമ്മൾ ഇന്നൊന്നും കണ്ട കാര്യമല്ല. കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ BJPക്കാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രന് തന്നെ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സുരേന്ദ്രന് തന്നെ വ്യക്തമായ ഐഡിയ ഒന്നും ഉണ്ടാകില്ല. സുരേന്ദ്രന്റെ കൂടെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ സുരേന്ദ്രൻ ഇതെന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു കാണും. മാധ്യമപ്രവർത്തകർക്ക് എന്താണ് സുരേന്ദ്രൻ ഉദ്ദേശിച്ച കാര്യം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും കിട്ടിക്കാണില്ല. കാരണം അമ്മാതിരി ഒരു വാർത്താ സമ്മേളനമായിരുന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാഫി കൊടുംകുറ്റവാളി, അയാള് ഭീകരനാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടകാരിയാണ്. ആ ഷാഫിയെ കുറിച്ചിട്ട് സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടുകൊള്ളുക. ഇതൊരു സാധാരണ ബലി എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഏജന്റ് ഒരു മതഭീകരവാദ സംഘടനയിൽപ്പെട്ട ആളാണ്. മനുഷ്യ മാംസം തീറ്റിച്ചിരിക്കുകയാണ്. ഈ ബലി പ്രധാനപ്പെട്ട ഒരു ബലി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ ഇത്തരം പ്രാകൃതമായ പല കാര്യങ്ങളും മതഭീകരവാദ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ ചാക്കുടിപ്പിച്ച് നടത്തിക്കുക, ആട് മേയ്ക്കാൻ ആളുകളെ അയക്കുക, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ പോലും ആട് മേയ്ക്കാൻ ആളുകളെ അയക്കുക, ചാക്കുടിപ്പിച്ച് 5-ാം നൂറ്റാണ്ടിനെ പോലെ ആളുകളെ അങ്ങനെ വരുത്തിയിട്ട് മാറ്റങ്ങൾ വരുത്തുക, ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ബലി അത്തരത്തിലുള്ള ഒരു ബലിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സുരേന്ദ്രൻ പറയുന്നത് ഷാഫി ഒരു മതഭീകരവാദിയാണ് എന്നുള്ളതാണ്. ഏത് മതത്തെയാണ് സുരേന്ദ്രൻ ഉദ്ദേശിച്ചത്? സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളെ, ഇസ്ലാമിനെ ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ നിങ്ങൾ ഇങ്ങനെ നരബലി നടത്തണം എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് അയാൾ ഒരു മതഭീകരവാദി എന്നുള്ള ഒരു സ്റ്റാറ്റസ് അയാൾക്ക് സുരേന്ദ്രൻ കൊടുക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, സ്വാഭാവികമായിട്ടും ഈ ഭഗവത് സിംഗ് ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് തന്നെ, അങ്ങനെയാണ് പറയപ്പെടുന്നത്, അതിൻ്റെ വ്യക്തതയൊന്നും അറിയില്ല, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഷാഫിയെ ഒരു മതഭീകരവാദിയാക്കിയിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഷാഫി കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ്, ഭീകരനാണ്. അയാളെ കുറിച്ചിട്ട് പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അയാൾക്ക് മാനസിക വൈകല്യമുണ്ട് എന്നുള്ളതാണ്. അതിന് ചികിത്സ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ചികിത്സ അടിയാണ്. നല്ല കൊടുക്കേണ്ടതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ മാനസിക വൈകല്യം പറക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവന് ചികിത്സയൊന്നും കൊടുക്കുക അല്ലെങ്കിൽ ചികിത്സ കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ അയാൾ ചെയ്ത ആ കുറ്റകൃത്യത്തെ ചെറുതാക്കി കാണുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഷാഫി അപകടകാരിയാണ്. പക്ഷെ ആ ഷാഫിയെ സ്വാഭാവികമായിട്ടും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതിന് സുരേന്ദ്രൻ വിചാരിക്കുന്ന ഒരു ഹൈപ്പ് കിട്ടും. കാരണം സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരെ പിൻപറ്റുന്ന അല്ലെങ്കിൽ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇത്തരം പരാമർശങ്ങൾ സുരേന്ദ്രനിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സുരേന്ദ്രൻ്റെ ഇത്തരം കാര്യങ്ങൾ നോക്കുക, BJPക്ക് വോട്ടിംഗ് ശതമാനം ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞിട്ട് വലിയൊരു തകർച്ച കേരളത്തിലെ BJP നേരിട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ടതും പിടിച്ചതുമൊക്കെ മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക, ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കുക, അവരെയൊക്കെ ഒരു മതഭീകരവാദികളാക്കിയിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ഭഗവത് സിംഗ് ആയാലും ഭഗവത് സിംഗിൻ്റെ ഭാര്യ ലൈല ആയിക്കഴിഞ്ഞാലും അതുപോലെ ഈ ഷാഫി ആണെങ്കിലും ഈ 3 പേരും ഈ കുറ്റകൃത്യത്തിൽ തുല്യമായ റോള് വഹിച്ച 3 പേരുമാണ്. കാരണം ഈ 3 പേർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഷാഫിയെ എടുത്ത് കാണിച്ചിട്ട് ഷാഫിയുടെ പദ്ധതി വേറെയാണ്, അത് ആടുമേയ്ക്കാനുള്ള പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വർഗീയ അന്തരീക്ഷം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനുള്ള സുരേന്ദ്രൻ്റെ പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴത്തെയും പോലെയും ഇപ്പോഴും ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.